പത്തനംതിട്ട കല്ലേലിയിൽ നിന്ന് കാട്ടാനിറങ്ങി ജോലി കഴിഞ്ഞ് കോന്നിയിൽ നിന്നും മടങ്ങിയ ബൈക്ക് യാത്രികരാണ് ഇന്നലെ രാത്രി ആനയുടെ മുന്നിൽ പെട്ടുപോയത്. അതിൻ്റെ ദൃശ്യമാണ് പ്രേക്ഷകർ ഇപ്പോൾ സ്ക്രീനിൽ കാണുന്നത്. ശ്രീജിത്ത് ശ്രീകുമാരൻ വീണ്ടും ചേരുന്നു. ഈ കാട്ടാനയുടെ കഥ എന്താണ് ശ്രീജിത്ത്? എസ്കേൻ, ഇതൊരു സ്ഥിരം കാട്ടാനകളുടെ ആനത്താരയാണ്. സ്വാഭാവികമായി ആനകൾ സ്ഥിരമായി ഇറങ്ങാറുണ്ട്. പക്ഷേ ആനകൾ അങ്ങനെ റോഡിൽ നിൽക്കുന്ന ഒരു പതിവ് കാര്യമായിട്ട് ഉണ്ടായിരുന്നില്ല. പക്ഷേ കുറച്ച് ദിവസങ്ങളായി ആനകൾ കുറച്ച് അക്രമാസക്തരാണെന്ന് തോന്നുന്നു. കഴിഞ്ഞ ദിവസം ഇത്തരത്തിൽ ഒരു കാർ യാത്രികരുടെ നേർക്ക് കല്ലേലി ഭാഗത്ത് നിന്ന് കാട്ടാന പാഞ്ഞെടുക്കുന്ന ദൃശ്യങ്ങൾ നമ്മളടക്കം നൽകിയിരുന്നു. നമ്മളാണ് അത് ആദ്യമായി നൽകിയത്. അതിനുശേഷം ഈ കാർ ഒരു കുഴിയിൽ വീണു, കാട്ടാന മാറിപ്പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായി. എന്തായാലും അത്തരത്തിലുള്ള സംഭവങ്ങളൊക്കെ കല്ലേലി ഭാഗത്ത് ആവർത്തിക്കുന്നുണ്ട്. വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ ഫോറസ്റ്റ് സ്റ്റേഷൻ അടക്കം ചെക്ക് പോസ്റ്റ് അടക്കം തൊട്ടടുത്ത മേഖലയാണ്. ഇവിടെ തൊട്ടടുത്ത് കൈത കൃഷി അടക്കമുണ്ട്. പ്ലാന്റേഷനിൽ കൈത കൃഷി അടക്കമുണ്ട്. ഈ കൈത കൃഷി ലക്ഷ്യമാക്കി കൈത ചക്ക തിന്നാൻ വേണ്ടിയാണ് ഈ കാട്ടാനകൾ വരുന്നത് എന്നൊരു ആക്ഷേപമാണ് നാട്ടുകാർ ഉയർത്തുന്നത്. നിരവധി ആളുകൾ ഈ കൊക്കാത്തോട് മേഖല, തണ്ണിത്തോട് മേഖല എന്നൊക്കെ പറഞ്ഞാൽ മലയോര മേഖലയാണ്. ആ മേഖലയിലേക്കൊക്കെയുള്ള പ്രധാനപ്പെട്ട പാത തന്നെയാണ്. ആനത്താരയാണെങ്കിലും ഈ മേഖലയിലേക്ക് സാധാരണ കാട്ടാനകൾ ഇറങ്ങാറില്ല. എന്തായാലും ഇത് അത്ഭുതകരമായാണ് രക്ഷപ്പെട്ടത്. ഇന്നലെ വൈകുന്നേരം ഒരു 7 മണി 7:30 മണിയോടുകൂടിയായിരുന്നു ഈ സംഭവം. ദൃശ്യങ്ങൾ നമുക്ക് രാത്രി വൈകിയാണ് നമുക്ക് ലഭിച്ചത്. എന്തായാലും ഈ ബൈക്ക് യാത്രികർ കുറച്ചു നേരം ലൈറ്റൊക്കെ അടിച്ച് ആ മേഖലയിൽ നിന്നു. അതുകൊണ്ട് തന്നെ കാട്ടാന ഏറെ നേരം അവിടെ നിൽക്കുകയായിരുന്നു. അതിനുശേഷം കാട്ടാന കാട്ടിലേക്ക് തന്നെ മടങ്ങിപ്പോയി. വളരെ ഭയപ്പെട്ടാണ് ആളുകൾ ഇപ്പോഴും കല്ലേലി ഭാഗത്തുകൂടെ സഞ്ചരിക്കുന്നത്. എസ് കെ എൻ.